പുതിയ ആക്രമണ തന്ത്രവുമായി യുക്രൈൻ. റഷ്യയിലെ കുർസ്ക് മേഖലയിലാണ് യുക്രൈൻ തിരിച്ചടിച്ചു തുടങ്ങിയത്. ആക്രമണത്തെക്കുറിച്ച് റഷ്യയുടെ പ്രതിരോധ മന്ത്രാലയം സ്ഥിരീകരിച്ചിട്ടുണ്ട്. കുർസ്കിൽ ആക്രമണം നടത്തിയതായി യുക്രൈൻ അധികൃതരും സമ്മതിച്ചിട്ടുണ്ട്. എന്നാൽ ആക്രമണങ്ങളെ പ്രതിരോധിച്ചതായി റഷ്യ അവകാശപ്പെട്ടു. ഓഗസ്റ്റിലാണ് യുക്രൈൻ സൈന്യം കുർസ്ക് മേഖലയിൽ പ്രവേശിച്ചത്. പ്രദേശത്തിന്റെ ഒരു ഭാഗം പിടിച്ചെടുക്കുകയും ചെയ്തു. പ്രദേശത്തെ ചില മേഖലകളിൽ നിന്ന് യുക്രൈൻ സൈന്യത്തെ റഷ്യ ഒഴിപ്പിച്ചു. എന്നാൽ മേഖലയിൽ നിന്ന് യുക്രൈൻ സേനയെ പൂർണ്ണമായും റഷ്യ പുറത്താക്കിയിട്ടില്ല. യുദ്ധം അവസാനിപ്പിക്കണമെങ്കിൽ US പ്രസിഡന്റായി ഡൊണാൾഡ് ട്രംപ് അധികാരത്തിലെത്തണമെന്നാണ് സെലൻസ്കി പറയുന്നത്. ട്രംപിന്റെ കീഴിലുള്ള US ഭരണകൂടം ഉറപ്പു നൽകിയാൽ മാത്രമേ യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള സുരക്ഷാ ഗ്യാരണ്ടി ഫലപ്രദമാകുമെന്നാണ് സെലൻസ്കി പറയുന്നത്. ലെക്സ് ഫ്രിഡ്മാനുമായുള്ള ഒരു പോഡ്കാസ്റ്റ് അഭിമുഖത്തിൽ നിയുക്ത US പ്രസിഡന്റിന്റെ കഴിവിനെ സെലൻസ്കി പ്രശംസിച്ചു. റഷ്യയുടെ നിലവിലുള്ള അധിനിവേശം തടയാൻ ട്രംപിന് കഴിയുമെന്നും സെലൻസ്കി പറഞ്ഞു. റഷ്യ യുക്രൈൻ യുദ്ധം ഉടൻ അവസാനിപ്പിക്കുമെന്ന് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ ട്രംപ് പറഞ്ഞിരുന്നു. എന്നാൽ യുദ്ധം എങ്ങനെ അവസാനിപ്പിക്കുമെന്നതിന്റെ വിശദാംശങ്ങൾ ട്രംപ് പറഞ്ഞിരുന്നില്ല. 2 ടാങ്കുകളും ഒരു മിലിറ്ററി എഞ്ചിനീയറിംഗ് വാഹനവും 12 കവചിത യുദ്ധവാഹനങ്ങളും അടങ്ങുന്ന യുക്രൈൻ ആക്രമണ സംഘം ഞായറാഴ്ച ബെർഡിൻ ഗ്രാമത്തിന് സമീപം ആക്രമണം നടത്തിയെന്ന് റഷ്യൻ പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. റഷ്യൻ സൈന്യം തിരിച്ചടിച്ചെന്നും 2 ടാങ്കുകളും സൈനിക എഞ്ചിനീയറിംഗ് വാഹനവും 7 കവചിത യുദ്ധവാഹനങ്ങളും നശിപ്പിച്ചെന്നും പ്രതിരോധ മന്ത്രാലയം വ്യക്തമാക്കി. കുർസ്കിലെ ആക്രമണം ട്രംപ് അധികാരത്തിലെത്തും മുമ്പുള്ള യുക്രൈന്റെ അവസാന ആശ്രയമാണെന്ന വിലയിരുത്തലുമുണ്ട്. അപ്രതീക്ഷിത ആക്രമണമാണ് കുർസ്കിൽ യുക്രൈൻ നടത്തിയത്. അതിനിടെ സബോരീജിയ ആണവ നിലയത്തിനും സമീപ നഗരമായ എനർഹോദറിനും നേരെ യുക്രൈൻ ഡ്രോൺ ആക്രമണം നടത്തിയതായി റഷ്യ അവകാശപ്പെട്ടു. യുക്രൈൻ സൈന്യം പവർ പ്ലാന്റിനും സമീപ നഗരത്തിനും നേരെ ഞായറാഴ്ച 8 ഡ്രോണുകൾ ഉപയോഗിച്ച് ആക്രമണം നടത്തിയെന്നും അവയെല്ലാം റഷ്യൻ വ്യോമപ്രതിരോധ സംവിധാനങ്ങളാൽ തകർത്തുവെന്നും റഷ്യൻ പ്രതിരോധ മന്ത്രാലയം പ്രസ്താവനയിൽ അവകാശപ്പെട്ടു. ഡ്രോണുകളിൽ പൊട്ടിത്തെറിക്കുകയും സബോരീജിയ ന്യൂക്ലിയർ പവർ പ്ലാന്റിന്റെ പരിശീലന കേന്ദ്രത്തിന്റെ മേൽക്കൂരയിൽ തീപിടിക്കുകയും ചെയ്തു. പ്ലാന്റിൽ ആളപായമൊന്നും ഉണ്ടായിട്ടില്ലെന്നും റേഡിയേഷൻ അളവ് സാധാരണമാണെന്നും റഷ്യ പ്രസ്താവനയിൽ പറയുന്നു. ആണവ നിലയത്തിലെ ഇന്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസിയിലെ ജീവനക്കാർ 2 സ്ഫോടനങ്ങൾ കേട്ടതായി ഇന്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസി ഡയറക്ടർ ജനറൽ റാഫേൽ ഗ്രോസി പറഞ്ഞിരുന്നു. തൊട്ടു പിന്നാലെയാണ് വിശദീകരണവുമായി റഷ്യ എത്തിയത്. ആക്രമണമുണ്ടാക്കിയ ആഘാതം സ്ഥിരീകരിക്കാൻ ഏജൻസിക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ലെന്നും ഗ്രോസി പ്രസ്താവനയിൽ പറഞ്ഞു. ആണവ നിലയത്തിന് നേരെയുള്ള ആക്രമണം അംഗീകരിക്കാൻ കഴിയില്ലെന്നും പ്ലാന്റിന്റെ സുരക്ഷയ്ക്കായി പരമാവധി സംയമനം പാലിക്കണമെന്നും ഗ്രോസി പറഞ്ഞു. എന്നാൽ സംഭവത്തിൽ യുക്രൈൻ അധികൃതർ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. 2022 സെപ്റ്റംബർ 1 മുതൽ ഇന്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസിയിലെ ഉദ്യോഗസ്ഥർ സബോരീജിയ ആണവ നിലയത്തിലുണ്ട്. 2022 മാർച്ച് മുതൽ റഷ്യയുടെ നിയന്ത്രണത്തിലാണ് യുക്രൈനിലെ ഈ പ്ലാന്റ്.